അതിഗംഭീരം, മാരകം എന്നൊന്നും പറയാനാവില്ലെങ്കിലും നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകിയ ടീസറും ട്രെയിലറും ഒക്കെ എന്ന സിനിമയ്ക്കുണ്ടായിരുന്നു. ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരു മലയോര പ്രദേശം, അങ്ങോട്ടേക്ക് വന്നെത്തുന്ന ഒരാൾ, അയാളുടെ വരവിന് പിന്നിൽ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു തോന്നലുണ്ടാക്കിയിട്ടേ, ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെയിലറും ടീസറും ഒക്കെ. അതിൻ്റെ റിയാക്ഷൻ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നല്ല പ്രതീക്ഷയോടെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ പറയില്ലെങ്കിലും ഇതിൻ്റെ ഒരു തുടക്കമൊക്കെ ഉണ്ട്. ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു തുടക്കമൊക്കെ ഒരു വൻ പരിപാടിയായിരിക്കും എന്ന പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരല്പം മുന്നോട്ട് ചെന്നപ്പോഴേക്കും വല്ലാണ്ട് വലിഞ്ഞ്, സത്യസന്ധമായി പറഞ്ഞാൽ ബോറടിപ്പിച്ച്, ലോജിക്കലി എന്തിനായി ഈ മ്യൂസിക് ഇട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അങ്ങനെ അങ്ങ് അവസാനിച്ചു പോയൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ച്. തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് കവിപ്രസാദ് ഗോപിനാഥ് തിരക്കഥ എഴുതിയ സിനിമയാണ് അതിൽ ഈ എന്ന് പേരിടാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് സിനിമയുടെ അവസാനത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എവിടെയോ കണ്ട പോലൊരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആ പേരിടലും ഈ സിനിമയുടെ ഒരു കോർ കഥാപാത്രമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള പരിപാടി നല്ലതായിരുന്നു. സിനിമയെ സംബന്ധിച്ച് പോസിറ്റീവായി തോന്നിയ ഘടകങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ചാരി ഇരുന്ന് കണ്ണടച്ച് ഹെഡ്ഫോൺ വെച്ച് കേട്ടിരിക്കാൻ പറ്റിയ ഒരു ട്രാക്ക് ഈ സിനിമയിലുണ്ട്. ഗോപി സുന്ദറിനാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ആ പാട്ടിനൊരു ഫീലുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ്, ഫസ്റ്റ് ഹാഫിൽ ജാഫർ ഇടുക്കിയും ദിലീഷ് പോത്തനും ചേർന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ നാടിനെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ കഥാപാത്രങ്ങളുണ്ട്, അതിലൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ആ കാഴ്ചകൾ കാണാൻ പ്രകൃതിയൊക്കെ ആയിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പരിചയപ്പെടൽ എലമെൻറ്റുകൾ അവിടം വരെയും എനിക്ക് സിനിമ രസമായിട്ട് തന്നെയാണ് തോന്നിയത്. അതിനിടയിൽ കുറച്ച് ഹ്യൂമർ ഉണ്ട്, പിന്നെ കുറച്ച് ജീവിത യാഥാർത്ഥ്യം എന്നല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവരുടെ കോൺവെർസേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റൊക്കെ വരുമ്പോൾ ദിലീഷ് പോത്തൻ്റെ പ്രകടനം നല്ലതായിരുന്നു. കൂടെ നിന്ന അഭിനേതാവിൻ്റെ പ്രകടനം എനിക്ക് അത്ര സംഭവകരമായി തോന്നിയില്ലെങ്കിലും ദിലീഷ് പോത്തൻ്റെ എക്സ്പ്രഷൻ, നോട്ടം അതൊക്കെ വളരെ പഞ്ചിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ആ ട്വിസ്റ്റിനപ്പുറത്തേക്ക് സിനിമ വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. മാത്രമല്ല, നമ്മൾ അറിഞ്ഞിട്ട് വലിയ കാര്യമുള്ള കഥയുമല്ല, അത് അവതരിപ്പിക്കുന്നതിൽ യാതൊരു ഇമോഷണൽ കണക്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ ഒരു വലിയ ഭാഗം തന്നെ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും നന്നായി പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് 2 ഡയലോഗിൽ തീർക്കാവുന്ന അത്രയും സാധനമായിരുന്നു. പക്ഷേ അത് വിഷ്വലൈസ് ചെയ്ത് അതിൽ കുറേ മ്യൂസിക് ഇട്ട് അതിൽ കുറേ ട്വിസ്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ ഇത് നീട്ടി പരത്തി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആവുന്നുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദേവദർശിനി ചെയ്തെന്ന് പറയുന്ന അഭിനേത്രി, പുള്ളിക്കാരി ഒരു മോശം അഭിനേത്രി ഒന്നുമല്ല. പക്ഷേ നമ്മൾ ഈ ആൾക്കാർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊക്കെയുള്ള നമ്മുടെ ചില കൾച്ചറൽ സാധനങ്ങളുണ്ട്. ജയറാം ഒരു സിനിമയിൽ പറയില്ലേ, മലയാളത്തിലാണെങ്കിൽ അമ്മേ എന്ന് വിളിച്ചാൽ മതി, പക്ഷേ തമിഴിലാണെങ്കിൽ അമ്മാ എന്ന് വിളിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് വിനയം ഇടുമ്പോൾ, ഒരു അപേക്ഷയുടെ സ്വരത്തിലേക്കൊക്കെ മാറുമ്പോൾ മലയാളിയുടെ ബോഡി ലാംഗ്വേജ് മാറുന്നതും, അതേസമയം തമിഴ്നാട്ടിലൊരു തമിഴ് സിനിമയിലാണ് നമ്മളത് കാണുന്നതെങ്കിൽ അവർ കുറച്ചും കൂടി വിനയം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുമായിട്ട് അങ്ങോട്ട് സെറ്റ് ആവാത്തതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ പെർഫോമൻസിൽ, ഡയലോഗ് ഡെലിവറിയിലൊക്കെ. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഇഷ്യൂ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം 2018 പ്രളയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ പ്രളയത്തിൻ്റെ വർഷം വെച്ചിട്ടാണ് ഇതിനകത്തൊരു കുട്ടിയുടെ പ്രായമൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ സംഭവിക്കുന്നത് ഒരു 2022 23 തുടക്കത്തിലോ ഒക്കെ ആയിരിക്കണം. 2024 ഈ പണം കൊടുത്തുള്ള സറോഗസി, അത് ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ആശുപത്രി, അത് എൻ്റെ അറിവില്ലായ്മയാണോ എന്നറിയില്ല കേട്ടോ. പക്ഷേ ആ വർഷത്തിൻ്റെ കണക്കും പിന്നെ ഇവർ ചെയ്തു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് 2018 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അവകാശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ സൊല്യൂഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഓപ്ഷൻസ് ഒന്നും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ദേവദർശിനി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, എൻ്റെ അമ്മ ആ തള്ളക്ക് ഭ്രാന്താടാ എന്ന് സിദ്ദിഖ് ഹരിഹർ നഗർ സിനിമയിൽ പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. അവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇല്ലോജിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അവർക്ക് ഭ്രാന്താണെങ്കിൽ മാത്രം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. ഒരു കൈക്കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ ആലോചിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലത്തെ അത്രയും ബോധക്കേടാണ് ആ കഥാപാത്രം, ആ സ്ത്രീ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ഇതൊരു തായ്പാസം, ഇതൊരു അമ്മ സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ അങ്ങ് സ്നേഹവൽക്കരിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. മ്യൂസിക്കിലൊക്കെ മാക്സിമം നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇതിനേക്കാൾ നല്ല സൊല്യൂഷൻ ആയിരുന്നല്ലോ അതിന് തൊട്ടു മുമ്പ് സംഭവിച്ചിരുന്നത്. അത് മാത്രമല്ല, അതിനെ ഒരാവശ്യമില്ലാതെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്നേഹമല്ല, അത് മനോനില തെറ്റിയ ഒരാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരല്പം സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കില്ലല്ലോ. ഇതിൻ്റെ കൂടെ ചില സീനുകളും ചില ഡയലോഗുകളും ഒക്കെ ഉണ്ട്. കളി നിനക്കും കണ്ണില്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുണ്ട്.
ചില സീനൊക്കെ എനിക്ക് ശരിക്കും ഒരു നാടകം ചെയ്തു വെക്കുന്നത് പോലെ, നാടകത്തിൻ്റെയും സിനിമയുടെയും സ്കെയിൽ ഡിഫറൻ്റ് ആണ്. ചില സീനുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ രസമാവുമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ഡയലോഗ് ഡെലിവറിയും ആ സീൻ ബിൽഡിങ്ങിലൊക്കെ ഭയങ്കരമായിട്ടുള്ള നാടകത്തിൻ്റെ ഒരു സ്കെയിൽ കടന്നു വരികയും അതിനു മുമ്പ് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്താണിത് എന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലും കൂടി ആയിരുന്നതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഒന്നും നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഒത്തിരി സ്ത്രീകൾ വരുന്നുണ്ട്, സ്ത്രീകൾ, കുട്ടി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ അമ്മ സ്നേഹം, അങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ വരുന്നുണ്ട്. ഒന്നിലധികം ആളുകളുടെ തായ്പാസം ചേരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് പോലും ഒരു ഇമോഷണൽ കണക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്ത് പറയാവുന്നൊരു കിട്ടിയ കുറച്ച് സമയം കൊണ്ട് കുറേ കൂടി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പ്രകടനം ഒക്കെ ഉണ്ടായിരുന്നത് ശ്രുതി ജയൻ എന്ന് പറയുന്ന അഭിനേത്രിയുടെ ഭാഗത്തു നിന്നാണ്. മീര വാസുദേവ് ഉണ്ട് കുറച്ച് സമയം, പക്ഷെ അവരുടെ ഇമോഷൻസ് ഒന്നും എനിക്കെന്തോ ഭയങ്കര ഓവറായിട്ട് അഭിനയിക്കുന്നത് പോലെ തോന്നും. അതായത് നമ്മളിവിടെയാണ് കട്ട് പറയേണ്ടത്, ഇതിനപ്പുറത്തേക്ക് അവരുടെ എക്സ്പ്രഷൻ വേണ്ട, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പ്രഷൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ഇവർ കുറച്ച് കൂടുതൽ കൈ നിന്നിട്ട് അഭിനയിക്കുന്ന പോലെ. ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോ ആളുകൾക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ഹിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഇതിൽ ലോജിക്കൽ എലമെൻറ്റുകളോ കുട്ടിയുടെ പ്രായം അല്ലെങ്കിൽ കുട്ടിയെ കൈ കിട്ടിയ ആൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ അതവരുടെ സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ സിനിമ ഒരു ഗംഭീര സിനിമയെ അനുഭവപ്പെടുകയും നിങ്ങൾ കണ്ണുനീർ പൊഴുകയും ചെയ്തേക്കാം. അങ്ങനെ ഈ സിനിമ നിങ്ങൾക്കൊരു ഗംഭീര അനുഭവമായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി മറിച്ചാണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.